അതെ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ആശ്വാസം പകർന്നതും എനിക്ക് ഏറ്റവും പ്രിയമായ ഒരു ബൈബിൾ വാക്യമുണ്ട്. വാക്യം ഇങ്ങനെയാണ്: ദൈവം എളിയവനെ കുപ്പയിൽ നിന്നും ദരിദ്രനെ പൊടിയിൽ നിന്നും എഴുന്നേൽപ്പിക്കുന്നു. മാറ്റി നിർത്തുന്നതിനും വലിച്ചെറിഞ്ഞതിന്റെ ഒക്കെ സ്ഥാനമാണ് കുപ്പ അല്ലെങ്കിൽ ചാരം അല്ലെങ്കിൽ പൊടി എന്ന് പറയുന്ന സ്ഥലം. അവിടെ ചെന്ന് വീണത് ചിലരുടെ കണ്ണിൽ ഒരു വിലയില്ല എന്ന് കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഉപയോഗിച്ച് അതിന് പുതുമ നഷ്ടപ്പെട്ടതുകൊണ്ടൊക്കെ ആയിരിക്കാം. അങ്ങനെ മാറ്റി നിർത്തിയതിനോടും തള്ളിക്കളഞ്ഞതിനോടും വലിച്ചെറിഞ്ഞതിനോടും ഒക്കെ ദൈവത്തിനൊരു പ്രത്യേക കൺസേൺ ഉണ്ട്, ദൈവത്തിനൊരു പ്രത്യേക സ്നേഹമുണ്ടെന്നാണ് ഈ വാക്യം പറയുന്നത്. ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ ഒരുപാട് ഒറ്റപ്പെട്ടിട്ടുണ്ടായിരിക്കാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മെ ചിലർ മാറ്റി നിർത്തിയിട്ടുണ്ടാകാം. നമ്മുടെ സ്ഥാനം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരിടത്തുനിന്ന് ഒട്ടും വിചാരിക്കാത്തൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ വിഷമിക്കേണ്ട. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നെങ്കിൽ നിങ്ങളോടൊരു കാര്യം ഞാൻ പറയട്ടെ: ദൈവം ഈ കുപ്പയിൽ നിന്നും ഈ പൊടിയിൽ നിന്നും ഉയർത്തുക തന്നെ ചെയ്യും. ദൈവം ഉയർത്തുമ്പോൾ ആരെക്കാളും മുകളിലായിരിക്കും നമ്മുടെ സ്ഥാനം. ദൈവം നമ്മെ ഉയർത്തും. ഇന്നത്തെ അവസ്ഥകൾ കണ്ട് വേദനിക്കുന്നുണ്ടെങ്കിൽ നാളത്തെ ഒരു അവസ്ഥയെ ഓർത്ത് ഒന്നും സന്തോഷിക്കുക. കാരണം ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. എന്തോ മാറ്റി നിർത്തിയതിനോടും തള്ളിക്കളഞ്ഞതിനോടൊക്കെ ദൈവത്തിനൊരു പ്രത്യേക ഇഷ്ടമുണ്ട്, ദൈവത്തിനൊരു പ്രത്യേക കരുതലുണ്ട്. ആ ദൈവം നമ്മെക്കുറിച്ച് കൺസേൺ ഉള്ള ദൈവമാണ്. ആ ദൈവം നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുക തന്നെ ചെയ്യും. നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്ത് നിങ്ങളുടെ ചിറകുകൾ ഒരു പക്ഷെ തളർന്നേക്കാം, നിങ്ങളുടെ തൂവലുകളൊക്കെ കൊഴിഞ്ഞു പോയേക്കാം. നിങ്ങൾ ഓർത്തേക്കാം, നിലം പതിക്കും, ഞാൻ തകർന്നു പോകും, തളർന്നു പോകും. വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ചെന്നിരിക്കാൻ ഒരു മനോഹരമായ ചില്ല ഈശ്വരൻ കരുതിയിട്ടുണ്ട്. ചിറകുകളൊക്കെ തളർന്നാലും തൂവലുകളൊക്കെ കൊഴിഞ്ഞു പോയാലും ചെന്നിരിക്കാൻ ഒരു ചില്ല ഈശ്വരൻ നമുക്കായി കരുതിയിട്ടുണ്ട്. അവിടേക്ക് നാം ചെന്നെത്തുക തന്നെ ചെയ്യും. അവിടെ എത്തുമ്പോൾ നമ്മുടെ അവസ്ഥകൾക്കൊക്കെ മാറ്റം വരും. അങ്ങനെ ഒരു സുദിനം നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ അതുവരേക്കും വിട പറയുന്നു നിങ്ങളുടെ പ്രിയ സുഹൃത്ത്. അപ്പോൾ ബൈ.